പതുക്കെ. എന്തേ കണ്ടില്ലേ ഇതിനകത്ത് വന്ന എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നടക്കുന്നത്? എനിക്ക് സമൂഹത്തിലൊരു വില നിലയുണ്ട്, അച്ഛനും ഉണ്ട്, പ്യാരിക്കും ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് ഇരുന്ന് കാശ് മേടിക്കാൻ വയ്യ. വരുന്നവരും പോകുന്നവരും ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ അച്ഛനും പിന്നെ മോനും അവൻ്റെ ഭാര്യയും എല്ലാവരും കൂടെ ആകെ പ്രശ്നമാണല്ലേ എന്ന്. അല്ല, ഇപ്പം നീ പറഞ്ഞു വരുന്നു ഇപ്പം എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം മുഴുവൻ നാട്ടുകാർ അറിഞ്ഞു എന്നാ പറഞ്ഞു. എൻ്റെ അച്ഛൻ ഇതിനകത്ത് വന്ന് ലൈവ് വിട്ട പിന്നെ നാട്ടുകാർ മുഴുവൻ അറിയൂലേ? എന്തൊരു നാണക്കേടാണെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ അനിയൻ പ്യാരി എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എനിക്കറിയേണ്ടത്. അവൾ ഇഷ്ടമുള്ള ഉണ്ടാക്കി കഴിച്ചോട്ടെ, അതിൻ്റെ ഒപ്പം അച്ഛനും കൂടെ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അത് ഇത്ര തെറ്റായിട്ട് അവൾ ഇതിനകത്തുനിന്ന് എന്തൊക്കെയാണ് അവൾ പറഞ്ഞിരിക്കണത്? അല്ല, അവൾക്ക് അങ്ങനെ തോന്നിയെങ്കിലേ ഇതിനൊരു പരിഹാരം കാണണം. അതെ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്നിക്കാം. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടൊക്കെ വെച്ച് തരുമല്ലോ. അതെന്താ അറിയാ, അച്ഛൻ അങ്ങനെ അങ്ങ് പോകണ്ട. അത് അച്ഛൻ തോറ്റ് ഇവിടുന്ന് പോകുന്ന പോലെ ആയിപ്പോ. അത് വേണ്ട, എൻ്റെ അച്ഛൻ തോക്കാൻ പാടില്ല. എനിക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ ഭാര്യ കുട്ടി കുറച്ച് ദിവസം ഇവിടെ വന്നിക്ക്. അത് പിന്നെ പിള്ളേരുടെ പഠിത്തമൊക്കെ പ്രശ്നമാണ് അച്ഛാ, അത് വേണ്ട. ഇതൊന്നുമില്ല. എൻ്റെ അച്ഛനും എൻ്റെ അനിയനും നിരപരാധിയാണെന്ന് നാട്ടുകാർ അറിയണം. അതിന് ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ ലൈവ് വെക്കുകയാണ്. അച്ഛന് പറയാനുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നുള്ളതും അച്ഛൻ്റെ നിരപരാധിത്വം അനിയൻ്റെ നിരപരാധിത്വം ഇതിൽ നാട്ടുകാർ അറിയണം. ഇവിടെ എന്താണ് വിഷയം എന്നുള്ളത് അറിയാലോ. അച്ഛൻ എന്താ ചോദിച്ചാൽ അച്ഛൻ എന്താണ് തന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കഞ്ഞി മാത്രമല്ലേ ഉള്ളൂ, അതിൻ്റെ കൂടെ 2 കറി ഉണ്ടാക്കി തരാൻ അവർക്ക് എന്താ പറ്റാത്ത? അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണ് പ്രശ്നം. അത് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ഉചിതമായിട്ടുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു കൊള്ളണം. എല്ലാം വിഷമത്തോടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു അച്ഛൻ്റെ. എൻ്റെ കുടുംബത്തിലെ എല്ലാ കുടുംബത്തിലും നടക്കണ പോലത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പ്യാരിജാതൻ ഒരിക്കലും അവൻ്റെ ഭാര്യ മണ്ടോദരീനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാനും ഇറച്ചി മീനൊക്കെ കഴിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ വയസ്സുകാലത്ത് കൊളസ്ട്രോളും ഷുഗറൊക്കെ കൂടിയപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇറച്ചി മീനൊന്നും കഴിക്കരുത്, പച്ചക്കറി കഴിക്കാൻ പാടുമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഞാൻ പച്ചക്കറിയും അവർ ഇറച്ചി മീനൊക്കെ കഴിക്കുക, അങ്ങനെയാണല്ലോ കുടുംബത്തിലുണ്ടാവുക. പക്ഷേ എൻ്റെ മോള് എനിക്ക് കഞ്ഞിയും ഒരു കുപ്പിയിൽ വാങ്ങി വെച്ച അച്ചാറുമാണ് എന്നും തരിക. എന്നെങ്കിലും ഒരു ദിവസത്തിന് ചമ്മന്തി തരും. പശുവിന് കാടിവെള്ളം കൊടുക്കണ പോലെ ഈ കഞ്ഞി തരും. എൻ്റെ മരുവോളും പേരക്കുട്ടിയും ഇറച്ചിയും മീനും ഒക്കെ അടിച്ചു വലിച്ച് എൻ്റെ മുമ്പിലിരുന്ന് തിന്നും. അപ്പം എൻ്റെ മകൻ പ്യാരിജാതൻ പറഞ്ഞു ഇതിവിടെ നടക്കില്ല, അച്ഛനെയും പച്ചക്കറിയുടെ കറികൾ വെച്ചു കൊടുക്കണം പറഞ്ഞപ്പോൾ ഇവിടെ പച്ചക്കറി വെക്കാനേ സ്വാതന്ത്ര്യമുള്ളൂ, ഞങ്ങൾക്ക് ഇറച്ചി മീനും തിന്നാനൊന്നും സ്വാതന്ത്ര്യമില്ല, ഞങ്ങളിട്ട് ഉപദ്രവിക്കാന്ന് മണ്ടോദരി വെറുതെ എൻ്റെ പ്യാരീനെ കുറിച്ച് കുറ്റം പറഞ്ഞതാണ്. ഞാനും എൻ്റെ മരുവളെയും കുട്ടീനെയും കുറിച്ച് ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് സത്യം. അപ്പൊ സുഗതനും രംഗത്തിറങ്ങി അല്ലേ? അതേ, ഇതിങ്ങനെ വിട്ടാ ശരിയാവൂലാട്ടോ. ഒരു 2 വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു മര്യാദകേടായിട്ട് എനിക്ക് തോന്നണത്. ഞാൻ പോയി പറയാം. വേണ്ട വേണ്ട, ആരും വരണ്ട. ഒരു ഭേദത്തിന് ഞാനും അവനും തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് 2 പറയാം, അതുകൊണ്ട് കുഴപ്പമില്ല. കമന്റ് വേണ്ട. എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു മുതുക്ക് തന്തയുണ്ട്, അയാളാണ് എല്ലാത്തിനും. അല്ലാതെ ബാക്കി എല്ലാ കമന്റും നമുക്ക് എവിടെ മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ട്. ഒന്നും കൂടി വിളിക്കുക, ഒന്ന് കാണട്ടെ എല്ലാവരും. ഒന്നും കൂടെ വാടോ, ഞാനാണ് ഓയക്കാണ്. എന്റെ ഭാര്യനെയും വിളിച്ച എല്ലാരും ഇങ്ങോട്ട് വിളിക്ക്. ഇങ്ങോട്ട് വരൂ. എന്താ കേറിയിരിക്കണമൊന്നുമില്ല. എന്താ പോയേക്കാ? അതേ സുധാ, അന്തിന്റെയും ചെറുപ്പകാലം എനിക്ക് ഓർമ്മല്ലേ? അന്ന് എന്റെ അച്ഛൻ രാഘവേട്ടപ്പെടാനുള്ള കാലത്ത് എന്റെ വാപ്പയും ഉള്ള കാലത്ത് അടക്കളയിലുള്ള സംസാരം ഇവിടെ ഉമ്മർത്തേക്ക് അങ്ങോട്ട് കേൾക്കൂല. അങ്ങനത്തെ ഒരു തറവാട്ടുമുറ്റാണ് ഇത്. ഇവിടെ വന്നിട്ട് കോയക്ക് ഈ ജാതി കാര്യം ചോദിക്കണ്ട പറഞ്ഞൊരു ഗതികേടുണ്ടല്ലോ,
അത് നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായിന്നോ? എന്താ എനിക്ക് ഇത്ര ഉളുപ്പില്ലടോ ചങ്ങായി? അന്റെ കുടുംബത്തെ അന്റെ ഭാര്യ ഇയ്യും തമ്മിൽ കൂട്ടാന്റെയും ചോറിന്റെയും വർത്താനം പറയാൻ വെച്ചാ അത് അവിടെ തീർക്കണോ? അല്ല കോയക്ക, ഈ പെണ്ണുങ്ങള് ഇജ്ജ് മിണ്ടരുത് വന്മത. ഇജ്ജ് ഇവിടെ വന്ന ഈ കാര്യത്തിനൊരു സമനം കിട്ടുന്നാണ് ഞാൻ വിചാരിച്ചത്. ഇജ്ജെന്താ ചെയ്തേ? ഇജ്ജ് ആ അച്ഛനെ കൊണ്ട് ഇവിടെ വന്നിട്ട് മൂപ്പരെ കൊണ്ടുവരണ വേറെ തെറ്റ് പറ്റി പറഞ്ഞ ഈ നാടിനൊരു സംസ്കാരം ഉണ്ടോ? എന്റെ കോയക്ക് ഇവിടെ സംസ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. കാരണന്മാരുണ്ടാക്കിയത് എല്ലാം ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇവിടെ ഒറ്റൊരുത്തിയാണ് ഇവിടെ. പിന്നെ കുടുംബത്തൊരു കാര്യം നിർത്ത്. ഇങ്ങടെ ഈ ബഹളം ഇവിടെ ഒതുങ്ങിയാലും വേണ്ടിയില്ലായിരുന്നു. അതല്ല നിങ്ങൾ കാട്ടിയേ. നിങ്ങൾ നേരെ മൊബൈലിൽ എടുത്തിട്ട് നിങ്ങൾ അതിൽ കൂടെ അങ്ങോട്ട് പ്രസംഗിച്ച് നിങ്ങളുടെ കുറ്റവും കുറവും നാണല്ലടോ ഇല്ലേ? പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങളടുത്ത് ഇങ്ങളെ ഈ ജാതി അലവലാത്തിലൊക്കെ തന്നെ കണ്ടിരിക്കല്ല നാട്ടുകാർക്ക് പണി. നിങ്ങൾ ഇത് ഇടുമ്പോ എന്താ ഏതാന്നിച്ചിട്ടാണ് ഈ നോക്കണേ? നമുക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ. എന്താ സംഗതി വെച്ചിട്ട് നോക്കുമ്പോ ഈ ജാതി വൃത്തികേടുകൾ വിളിച്ച് പറയാ. ഇത് ചാർജ് ചെയ്യണം, ഞങ്ങളുടെ കയ്യാ പോണേ, നാട്ടുകാരുടെ കയ്യാ പോണേ ഇത് ചാർജ് ചെയ്യണ എന്റെ. അപ്പൊ അവനവന്റെ കുടുംബത്തുള്ളത് അവനവന്റെ കുടുംബത്തോ അങ്ങോട്ട് ഒതുക്കുക. മതിയായില്ലേ? ഈ വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ പറയണ്ടേ? ഞങ്ങൾ കളിച്ച് വളർന്ന ഉറ്റാണിത്. അങ്ങനെ ഒരു അന്തസ് ഈ കുടുംബത്തിനുണ്ട്. ആ അന്തസ് നിങ്ങൾ കളഞ്ഞു കുടിക്കാൻ അത് പറയാൻ ഞാൻ വന്നു. എന്റെ കോയൊക്കെ ഞങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടില്ല. ഈ കാലം വരെ കളഞ്ഞു കുളിച്ചിട്ടില്ല. ഇതിന്റെ അന്തസ് ഇവള് ഒറ്റൊരുത്തിയാണ്. ഇവളിവിടെ വന്നിട്ടുണ്ടല്ലേ ഈ പ്രശ്നം. നീ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എന്തിനാണ് ഫോണിലും ആളുകളോട് പറയണ? അതെ നിങ്ങളാരും മോശക്കാരല്ല. അതൊക്കെ ഇവിടെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണവർ തന്നെയാണ്. നിങ്ങൾ ഇനി അന്തസ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. അതൊക്കെ വേണ്ട വിധത്തിലായി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ ആ ജാതി വർത്താനം പറയണ്ട. ഈ കുടുംബം ഇങ്ങോട്ട് പോയോ? പിന്നെ എന്തിനാണ് ഇക്കാണ് അത് കിട്ടേണ്ടത്? ഇക്ക് ഇത് കിട്ടണോ, മറ്റത് കിട്ടണോ? ഞാൻ പഠിത്ത വേലക്കാരനാണ്. എന്താ വിചാരിച്ചേ? നിനക്കെന്താണ് കാര്യം? എന്താണ് കാര്യം? ഈ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ എന്റെ കാര്യം പറയുന്നത് ഈ കുഞ്ഞ് ഈ മോനെ ഇല്ലു ആരോട് പറയട്ടെ? കുഞ്ഞു മോനെ എന്റെ വേണ്ടതിന് ഉപയോഗിക്കണ ചങ്ങായി എന്റെ കുഞ്ഞു മോനെ. അല്ലാണ്ട് ഈ ജാതി അലവലാത്തണ്ട. ഇത് പൊയ്ക്കിട്ടിട്ട് എന്റെ മുമ്പിലേക്ക് ഉണ്ടായി പൊക്കി എല്ലാരും അറിഞ്ഞോ? പിന്നെ അല്ലാണ്ട് ആരും അറിയാണ്ടിരിക്കാൻ പറഞ്ഞത് വേണ്ട. അതെ സുഗത, ഈ ജാതി വേഷം കെട്ട് ഇനി കൊണ്ടു നടന്നാല് നമ്മുടെ നാടിനും മാനക്കേടാണ്, ഈ തറവാടിനും മാനക്കേടാണ്. അങ്ങനെ അബദ്ധം പറ്റി. ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ കുടുംബത്ത് നടക്കുന്ന ഒരു കാര്യം ഇനി പുറത്തറിയില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഒരു ചായ ആക്കി കൊണ്ടുവരട്ടെ. എന്താ ചായ? ഞാൻ പോവാണ് കേട്ടാ. ഇനി ഉണ്ടാവില്ല. എന്നാ ശരി. ഓ അനക്ക് ഞാൻ തരും ചേച്ചി. അങ്ങോട്ട് വായോ. ഒന്നും ചെയ്യരുത്, ആരോഗ്യ പ്രശ്നമുണ്ട്. സത്യ അപ്പൊ അത് വേണ്ട വിധത്തിലാക്കിണ്ട്. ഒക്കെ പറയാൻ പറ്റുന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അത് ഒത്തുതീർപ്പാക്കി. ഇനിയൊരു പ്രശ്നമില്ല. ഇനി പിരിഞ്ഞു പോയിക്കോളും. എല്ലാരും വീട്ടിൽ പോയി. ഒരു കുഴപ്പമില്ല. ഒക്കെ ഞാൻ പറഞ്ഞ അന്തസ് പോലെ ഞാൻ പറഞ്ഞു. വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞ് ശരിയാക്കി. എന്നാ ശരി. ആണല്ലാത്ത ജാതികൾ